ആഗോള വാഹന ബ്രാൻഡായ ടെസ്ല അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ട് ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ ലേറ്റസ്റ്റായി ഇറങ്ങിയ ടെസ്ല സൈബർ ട്രക്കൊക്കെ ലോകത്തിന് മുന്നിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ സ്വന്തം അഹങ്കാരമായ മഹീന്ദ്രയും അതുപോലെ ടാറ്റയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈബർ ടെസ്ലയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. യെസ് ഗൈസ്, ഇന്ന് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കാണാം മഹീന്ദ്രയുടെ ലേറ്റസ്റ്റായി ഇറങ്ങിയ BE6 EVയുടെ വിശേഷങ്ങളാണ്. കാരണം ഇന്ത്യൻ സൈബർ ട്രക്ക് എന്നാണ് ആ ഒരു വാഹനത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് നമുക്ക് പുറകിൽ കാണുന്നത് മഹീന്ദ്രയുടെ ഐക്കോണിക് മോഡലായ ഒരു 7 സീറ്റർ വാഹനമാണ്. അതായത് 2021 ഓഗസ്റ്റിലാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിലേക്ക് ഇറങ്ങിയത്. ഇന്ന് ഏകദേശം ഇതിൻ്റെ ഒരു 3 വർഷത്തെ ആനിവേഴ്സറി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് പതിപ്പാണ് ഈ കാണുന്നത്. അത് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങി ഏകദേശം 3 വർഷമായി വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. വൺ ആൻഡ് ഓൺലി XUV700. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷനാണ്, അതായത് ഏറ്റവും ഹൈ എൻഡ് എഡീഷനാണ് നമുക്ക് പുറകിൽ കാണുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ആൻഡ് ഡീറ്റെയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മഹീന്ദ്രയുടെ സ്വന്തം സ്റ്റാഫായിട്ടുള്ള പേരെന്തായാലും കാർത്തിക് അതെ, കാർത്തിക് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. കാർത്തിക് ആണെന്ന് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ XUV700 എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയൊരു വാഹനമാണ്. കാരണം 2021 ഓഗസ്റ്റിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഇത്രത്തോളം ഒരു ജനസ്വീകാര്യത ലഭിച്ചൊരു ആ ഒരു സെഗ്മെൻറ്റ് വാഹനം നോക്കുകയാണെങ്കിൽ XUV700 വെല്ലം മറ്റൊരു വാഹനമില്ല എന്നാണ്. അത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റ് വിപണി ഈ ഒരു വാഹനം കൈയടക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് സൺറൂഫ് എല്ലാം വലിയ രീതിയിൽ വിപ്ലവകരമായി സൃഷ്ടിച്ചൊരു വേരിയൻ്റ് കൂടിയാണ് XUV700. ഇപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള സൺറൂഫാണ് നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ താർറോക്സിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ഈ സൺറൂഫിന് മഹീന്ദ്ര പറയുന്ന പേര്? പനോരമിക് സൺറൂഫ്. പനോരമിക് വേറൊരു സ്കൈ റൂഫ് സൺറൂഫ്, അത് മഹീന്ദ്ര. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇറൻ്റ് ആയതുകൊണ്ട് XUV700 എന്തെല്ലാം ഓഫറുകളാണ് കാത്തിരിക്കുന്നത് എല്ലാം. എന്തൊക്കെയാണ് ഈ XUV700 ഇപ്പോൾ ഒരു ഇറൻ്റൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ആളുകൾ കാത്തിരിക്കുന്ന ഓഫർ, പിന്നെ ഇതിന് വെയിറ്റിംഗ്. ഇപ്പോൾ നമുക്കറിയാം ഇറങ്ങിയ സമയത്തൊക്കെ XUV700 എത്ര വർഷം 1 ഇയർ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ആ റേഞ്ചിൽ താർറോക്സിനാണ് ആ വെയിറ്റിംഗ് വരുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഒന്നുകൂടി അവൈലബിൾ ആണ് അല്ലേ? ഇപ്പം എത്ര വെയിറ്റിംഗ് വരുന്നുണ്ട്? ഒരു മാസം ആ റേഞ്ചിലൊക്കെ വാഹനം ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം ഇപ്പോൾ ഇതിന്റെ ഇയർ എൻഡ് ഓഫർ നോക്കണമെങ്കിൽ എന്തെല്ലാം ഓഫർ? നമുക്ക് ഇയർ എൻഡ് ഓഫർ ആയിട്ട് നമുക്ക് XUV700 നമുക്ക് 75,000 രൂപ വരെ. 75,000 രൂപ, അതായത് ഒരു ബേസ് ഓപ്ഷൻ മുതൽ ഫുൾ ഓപ്ഷൻ വരെ 75,000 രൂപേന്റെ ഓഫർ നമുക്ക് ഇതിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും പുറമെ നമുക്ക് മാക്സിമം സംസാരിച്ചിട്ട് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് അഡീഷണൽ ഓഫറും കാര്യങ്ങളൊക്കെ. അപ്പോൾ XUV700 കുറിച്ച് ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഈ ഒരു വാഹനത്തിന്റെ ഒരു സെഗ്മെന്റ് വരെ 5 സീറ്ററും അതിന് മുകളിലേക്കാണ് 7 സീറ്ററും വരുന്നത്. നമുക്ക് 5 സീറ്റർ ഒരു 7 സീറ്റർ ഇത് എടുക്കണം, ഒരു കൂടുതലും 7 സീറ്ററാണ് ഫോക്കസ് ചെയ്യുക. 7 സീറ്റർ എടുക്കണം ഏത് വേരിയന്റ് മുതലാണ്? അത് നമുക്ക് AX5 ആയിട്ടുള്ള ഒരു വേരിയന്റ് ഉണ്ട്, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. നമുക്ക് അതിൽ 7 സീറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതിൽ പെട്രോളും ഡീസലും അവൈലബിൾ. ഒരു 7 സീറ്റർ നമ്മളിപ്പോൾ ഒരു ഡീസൽ വാഹനം ഓൺ റോഡിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപയാണ് വരുന്നത്? നമുക്ക് ബേസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 17,60,000 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. ഡീസൽ ആകുമ്പോൾ നമുക്ക് 18 ലക്ഷം. ഇതിൽ 7 സീറ്റർ ആണോ? അല്ല, ഇതിൽ 5 സീറ്റർ വരുന്നത്. പിന്നെ നമുക്ക് 7 സീറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 19 ലക്ഷം രൂപ ആ റേഞ്ചിൽ. പെട്രോൾ മാനുവൽ ആകുമ്പോൾ, ഡീസൽ ആകുമ്പോൾ 20. അപ്പോൾ നമുക്ക് ഇനി അടുത്തത്, കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ പാനോരമിക് സൺറൂഫാണ്. XUV700 എടുക്കുന്നതിൽ ഒരു 75-80% ആളുകളും സൺറൂഫ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഈ വാഹനം എടുക്കുക. അത് സൺറൂഫ് നമുക്ക് ഏത് വേരിയന്റ് മുതലാണ് വരുന്നത്? സൺറൂഫ് നമുക്ക് പുതിയൊരു വേരിയന്റ് വന്നിട്ടുണ്ട്, AX5 സെലക്ട് പറഞ്ഞിട്ട് വേരിയന്റ് വരുന്നുണ്ട്. അത് മുതലാണ് നമുക്ക് പാനോരമിക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഏകദേശം നമുക്ക് ഒരു 20 രൂപ. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് 7 സീറ്റർ അവൈലബിൾ ആണ്. 7 സീറ്റർ അവൈലബിൾ ആണ്. ഫുൾ ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. അലോയ് ഒഴികെ എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സൺറൂഫ് വേണ്ടിയവർക്ക് ആ ഒരു വേരിയന്റ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഒരു ബേസ് ഓപ്ഷനും മിഡിൽ ഓപ്ഷനൊക്കെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എല്ലാം പ്രധാന മാറ്റങ്ങൾ? മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ. പിന്നെ ഈ അലോയ് വീല് നമുക്ക് ഏത് ഓപ്ഷൻ മുതലാണ്? അലോയ് നമുക്ക് മിഡിൽ ഓപ്ഷൻ AX5 ആയിട്ടുള്ള വേരിയന്റ് മുതൽ നമുക്ക് അലോയ് വീല്. ടോട്ടലി നമുക്ക് ഇപ്പോൾ XUV700 എത്രത്തോളം വേരിയന്റുകൾ? 5 വേരിയന്റോളം വരും. 5 വേരിയന്റ്. അതിൽ ഏറ്റവും ഹൈ എൻഡ് ഓപ്ഷൻ നമുക്ക് AX7 ലക്ഷറി ആയിട്ടുള്ള വേരിയന്റ്, ടോപ്പ് എൻഡ്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് നമുക്ക് അതിൽ വരുന്നത്? അഡാസ് വരുന്നുണ്ട്, ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ, പിന്നെ 18 ഇഞ്ചിന്റെ അലോയ്. ഇതിലിപ്പോ ഫുൾ ഓപ്ഷനിലാണ്. ഇപ്പൊ ഈ കാണുന്ന ടയർ സൈസ് പറഞ്ഞാൽ
18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത് അല്ലേ? അത് നമുക്ക് ഇതിന്റെ ഒരു ബേസിക് വരുമ്പോൾ 17 അല്ലേ? 17 ഇഞ്ചിന്റെ അലോയ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ തൊട്ട് X5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിന് നമ്മൾ പറയുന്നത് MX1 MX1, AX3, X3, X5 സെലക്ട്, X5, X7 ലക്ഷറി, അങ്ങനെ 5 വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് 360, അതേപോലെ തന്നെ അഡാസ്, പിന്നെ അലക്സ കാര്യങ്ങൾ, അലോയ് വീൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ, മെയിനായിട്ട് ഒരു വേരിയന്റ് തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്റീരിയർ നോക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ പ്രൊജക്ടർ ഹെഡ് ലാമ്പിൽ? നമുക്ക് ബേസിൽ മാറ്റം വരുന്നു. ബേസിൽ നമുക്ക് ആ പ്രൊജക്ടർ വരുന്നില്ല. പിന്നെ നമുക്ക് ഇതില് ഫ്രീക്വൻസി LED വരുന്നുണ്ട്. റണ്ണിംഗ് DRL അത് നമുക്ക് ഇതിൽ തന്നെ ഫുൾ ഓപ്ഷനിലാണ്. ബേസിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ബേസിൽ നമുക്ക് ഇതാവില്ല, നോർമൽ പാർക്ക് ലാമ്പ് ആയിട്ടാണ്. അപ്പൊ ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. ശരിക്കും ഇതൊരു പ്രത്യേക ഭംഗി കൂടിയാണ് ഇതിന്റെ കാണുമ്പോൾ. പിന്നെ നമുക്ക് ഇതിൽ എത്ര ഇപ്പൊ ആളുകൾക്ക് അറിയാം എഞ്ചിന് എത്ര CC? നമുക്ക് ഡീസൽ വരുന്നത് 2200 cc ആണ്. 2200 cc ഡീസൽ, 2000 cc പെട്രോൾ എഞ്ചിന് വരുന്നത്. 2000 cc പെട്രോൾ എഞ്ചിന് വരുന്നത്. 2200 cc ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അടുത്തറിയാനുള്ള ആകാംക്ഷ ഫ്യൂൽ എഫിഷ്യൻസി ആയിരിക്കും. നമുക്ക് എത്ര ഫ്യൂൽ എഫിഷ്യൻസി ആണ് കമ്പനി പറയുന്നത്? നമുക്ക് 18 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. നമ്മൾ കൊടുത്ത കസ്റ്റമറൊക്കെ നമുക്ക് ഏകദേശം ഒരു 15 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട് ഡീസൽ. പെട്രോൾ ആണെങ്കിൽ പിന്നെ പെട്രോൾ ആകുമ്പോൾ നമുക്ക് ഒരു 1-2 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടാവും, ഒരു 12 ആ റേഞ്ച് ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ മൈലേജ് നോക്കണവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു. പിന്നെ ഇതില് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ വേറെ കാര്യമുണ്ട്, ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. അത് ഓട്ടോമാറ്റിക്കലാണോ മാനുവലാണോ? അത് നമുക്ക് അത് ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഇപ്പൊ ഈ കാണുന്ന ഒരു വേരിയന്റ് ഒരാൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ഏകദേശം 32 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ എത്ര ഡൗൺ പേയ്മെന്റിൽ വാഹനം ഇറക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ആ ഒരു ഡിഫറൻസും പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. കാർത്തികേ, അപ്പൊ ആദ്യമായിട്ട് തന്നെ ചോദിക്കാല്, ഈ ഇന്റീരിയർ ഫുൾ ഓപ്ഷനിൽ വരുമ്പോഴും അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള വേരിയന്റിലും മാറ്റം ഉണ്ടോ? ഇന്റീരിയറിന്റെ കളർ നമുക്ക് ബ്ലാക്ക് ആയിരിക്കും വരിക. മറ്റു വേരിയന്റ്സിൽ നമുക്ക് ലെതർ ടച്ച് വരുന്നുണ്ട്. ഈ വൈറ്റ് ഫുൾ ഓപ്ഷനിൽ വൈറ്റ് ഉണ്ടാവും, വൈറ്റ് ലെതർ ടച്ച് ഉണ്ടാവും. ബേസിലാകുമ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് ആണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ലെതർ ടച്ചും ഫിനിഷിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിൽ അത് നമുക്ക് AX3 പറഞ്ഞിട്ടുള്ള മോഡൽ, അതായത് ബേസ് മോഡലിൽ തൊട്ട് മുകളിലത്തെ വേരിയന്റ് മുതലേ ഈ ഒരു 10.25 രണ്ട് ഇൻഫോർടൈൻമെന്റ് ക്ലസ്റ്റർ നമുക്ക് വരും. അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്ക് വലിയൊരു ഇൻഫോർടൈൻമെന്റ് വരുന്നത് അല്ലേ? നമുക്ക് ടാക്കോമീറ്റർ ആണെങ്കിൽ ഇവിടെ കാണാം, അതേപോലെ തന്നെ ബാക്കി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇവിടെയും കാണാം അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? ഇതില് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങൾ വയർലെസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. വയർലെസ്, അതേപോലെ തന്നെ അലക്സ കൺട്രോൾ കാര്യങ്ങളൊക്കെ, സ്മാർട്ട് എയർ ഫിൽറ്റർ പറയുന്ന സംവിധാനം നമുക്ക് വണ്ടിന്റെ ഉള്ളിലുള്ള നമുക്ക് മോശമായിട്ടുള്ള, അതായത് ഈ ബാഡ് സ്മെല്ല് ഓട്ടോമാറ്റിക്കലി പ്യൂരിഫൈ ചെയ്യില്ലേ? പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൺട്രോൾ കാര്യങ്ങൾ, ഇത് ക്യാമറ കൺട്രോൾ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷനിലാണ്. നമുക്ക് 3D ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? എല്ലാ അർത്ഥത്തിലും നമുക്കിത് കാണാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജറിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിന്റെ സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക്കലി പാർക്കിംഗ് ബ്രേക്ക് ആണ് ഇതിൽ വരുന്നത്. ഇലക്ട്രിക് പാർക്കിംഗ്. പിന്നെ മ്യൂസിക് കൺട്രോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് സിസ്റ്റത്തിൽ പോവാതെ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ, മ്യൂസിക് മെനൂസ് കൺട്രോൾ ചെയ്യാൻ അതിനുള്ള ഓപ്ഷൻ പെടുത്താനായിരുന്നു. പിന്നെ ഡ്രൈവ് മോഡ് നമുക്ക് ഇതില് ഡ്രൈവ് മോഡ് സിപ്പ് സാപ്പ് സൂം പറഞ്ഞിട്ടുള്ള നോർമലി ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. സിപ്പ് സാപ്പ് സൂം, അതായത് അതെ, സിപ്പ് പറയുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള നോർമൽ മോഡ്, സാപ്പ് പറയുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ട് മോഡ്, അതായത് നമുക്ക് കുറച്ച് സ്പോർട്ടീവ് ആയിട്ടും നോർമലി ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഓടിക്കാം. സൂം ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു സ്പോർട്ട് മോഡ് അങ്ങനത്തെ രീതിയിൽ ഓടിക്കാം. നമ്മ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ വോളിയം മൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് ഓൾറെഡി വരുന്നുണ്ട്. അവിടെ നമുക്ക് 1 2 3 ഇതില് നമുക്ക് സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത്. നമുക്ക് അതായത് നമുക്ക് ഇതിൽ 3 മെമ്മറി വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോരുത്തരുടെ സീറ്റിംഗ് പൊസിഷന് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളൊരാളുടെ സീറ്റിംഗ് പൊസിഷന് നമ്മളൊരു മെമ്മറിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സീറ്റിംഗ് പൊസിഷനിൽ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ നോക്കണമെങ്കിൽ റൂഫ് ലാമ്പ് കാര്യങ്ങൾ, ഇത് നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യുമ്പോൾ SOS ആക്ച്വലി നമുക്കത് നമ്മളിതിൽ വർക്കിംഗ് ആണ്. നമ്മളിതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളുടെ നമ്പർ നമ്മളിതിൽ
സേവ് ഇവിടെ ഇത് വെച്ച് അതായത് നമ്മൾ എന്തെങ്കിലും അഥവാ ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് പോകും. മെസ്സേജ് പോകും. അതായത് ലൊക്കേഷൻ അടക്കം ട്രാക്ക് ചെയ്ത് മെസ്സേജ് പോകും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ സേഫ്റ്റി പർപ്പസ് ആയിട്ടാണ് വെച്ചിട്ടില്ലല്ലേ? അത് വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. നമുക്ക് ഈ ലൈറ്റിങ്ങിന്റെ ലാമ്പ് ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ വരാം അല്ലേ? ബട്ടൺ കാര്യങ്ങൾ സെൻട്രലായി. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഇതിന്റെ സൺറൂഫ്. അതിന്റെ മുന്നേ നമുക്ക് സ്പീക്കർ, സോണിന്റെ സ്പീക്കർ ആണ്. സ്പീക്കർ നമുക്ക് 12 സ്പീക്കർ വരുന്നുണ്ട്. 12 സ്പീക്കർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് സോണിയുടെ കമ്പനി സ്പീക്കർ ആണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷനിലാണോ വരുന്നത്? ഫുൾ ഓപ്ഷനിലാണ് സോണിയിൽ വരുന്നത്. നമുക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഓപ്പണർ ആണ് ഇവിടെ. അതല്ലേ കീ, ചെറിയൊരു കീ, ഹോൾഡിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഒരു പോരായ്മ ആയിട്ട് തോന്നിയത് വെന്റിലേഷൻ സീറ്റ് ഇല്ല. സീറ്റ് വെന്റിലേഷൻ, സീറ്റ് കണ്ടാൽ നമുക്ക് വെന്റിലേഷൻ ഉണ്ട് തോന്നും. പക്ഷെ പിന്നെ ഏകദേശം എത്ര എയർ ബാഗ് ആണ് ഇതിൽ വരുന്നത്? 7 എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സൺറൂഫ് നമുക്ക് നോക്കാം. വൺ ടച്ച് ആണ്. സോഫ്റ്റ് ടച്ച് ചെയ്തതിനൊരു അത് നല്ലൊരു വ്യൂ ആണ്. പനോറമിക് സൺറൂഫ് ഫുള്ളിലെ കംപ്ലീറ്റ് നമുക്ക് ഇതാക്കാം. ഈ സൺറൂഫ് ഇതിന്റെ ഒരു ഭയങ്കര അട്രാക്ഷൻ ഈ ഒരു വാഹനത്തിന് അല്ലേ? ആ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഇതാണ്. നമുക്ക് വൺ ടച്ച് തന്നെ ക്ലോസും ചെയ്യാം. വളരെയധികം ഒരു ഇത് നമുക്ക് അലക്സ റൂം ഓപ്പൺ വോയിസ് കമാൻഡിങ് ഇതിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അലക്സ ഇതില് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതില് വോയിസ് കമാൻഡ് കൂടെ സൺറൂഫ് ഓപ്പണിംഗ് ക്ലോസ്. ഇത് നമുക്ക് AX5 മിഡിൽ ഓപ്ഷൻ മുതൽ ഈ ഒരു ഫംഗ്ഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ആ റിയർ സീറ്റ് നോക്കിയിട്ട് ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു മാസത്തെ ഓഫർ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കല്ലേ. നമ്മൾ ഇതിന്റെ റിയർ സീറ്റിലാണ് ഇരിക്കുന്നത്. അതായത് ഒരു കംഫർട്ടായിട്ടൊരു 6 ആൾക്ക് പക്കയായിട്ട് പോവാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരാളെ ഇവിടെ വെക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും ചെയ്യാം. കാരണം വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നത്. ഈ ശരിക്കും ഈ സീറ്റ് ഫുൾ ഓപ്ഷനിലൊക്കെ വൈറ്റ് കളറാ. ഈ ഇന്റീരിയർ ഇതിന്റെ ബേസ് മിഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫാബ്രിക് സീറ്റ് ആവും, ബ്ലാക്ക് ആവും. അപ്പൊ ഈ വൈറ്റ് ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനിലാണ് ഈ ഒരു കളർ തീം വരുന്നത് അല്ലേ? മിഡിൽ ഓപ്ഷനിലൊക്കെ പിന്നെ ബ്ലാക്ക് ആണ്. ഫാബ്രിക് സീറ്റുകളാവും. അപ്പൊ ഇവിടൊക്കെ നമുക്ക് ലാമ്പുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പിടിച്ച് കയറാനുള്ള ഒരു ഹോൾഡർ കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലെഗ് റൂം, കാരണം SUV കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഹെഡ് സ്പേസും ലെഗ് റൂം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമുക്ക് ഇതിന്റെ 7 സീറ്ററിലേക്ക് പോകാനുള്ള കാര്യങ്ങളും നോക്കാം. റിയർ സീറ്റിലേക്ക് കയറാനുള്ള ആ ഒരു സിസ്റ്റമാണ് ഒന്നുകൂടി അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് സിംഗിൾ ടച്ച് ആണ്. ഈ ലിവർ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ സീറ്റ് കംപ്ലീറ്റ്ലി ഫോൾഡായി ഈ ഒരു ഇതിലൂടെ കയറാം. ശരിക്കും ഞാൻ ഒരുപാട് വാഹനത്തിൽ റിയർ സീറ്റിലേക്ക് കയറുന്ന സിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് പക്ക സിസ്റ്റമാണ്. അതായത് ജസ്റ്റ് ഒരു സിംഗിൾ ടച്ചിൽ നമുക്ക് ഈ സീറ്റ് കംപ്ലീറ്റ് ഫോൾഡ് ചെയ്യും. അത് ശരിക്കും നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ട്രാവലൊക്കെ പോണ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന പാസഞ്ചർ മാറി ആ സീറ്റ് ഒന്ന് നീക്കി ഫോൾഡ് ചെയ്ത് കയറാന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വേ ഇങ്ങനെയാണ്. ആ ലിവർ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ തന്നെ ആ സീറ്റ് കംപ്ലീറ്റ് ഫോൾഡ് ആയി വരും. ഇതിൻ്റെ റിയർ സീറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു വാഹനം പക്ക 7 സീറ്റർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നോർമലി നമ്മൾ ഒരു 7th സീറ്റർ കാണുമ്പോൾ അവിടെ അധികം ഫങ്ഷൻസും ഫീച്ചേഴ്സും ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പേരിനൊരു സീറ്റേ കൊടുക്കുള്ളൂ. എന്നാൽ മഹീന്ദ്ര ബാക്കിലിരിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് AC ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ കാര്യങ്ങൾ ഫാനിൻ്റെ കാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ടിനനുസരിച്ച് ഇവിടെ കൂട്ടും കുറക്കും ചെയ്യാം. പിന്നെ അടുത്തത് എല്ലാവരും ഫോൺ യൂസ് ചെയ്യണ ഡിജിറ്റൽ ലോക്കാണ്. അതിന് നമുക്ക് ചാർജിങ്ങിനുള്ളൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CV700 പുറകുവശമാണ്. ഇവിടെ പുറകുവശത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആക്കുന്നത് ഈ ഒരു ആരോ ഷേപ്പ് ടൈൽ ലാമ്പാണ് അല്ലേ? പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇൻബിൽറ്റ് സ്പോയിലർ വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ മഹീന്ദ്രൻ്റെ ആ ഒരു വലിയ ലോഗോ. പിന്നെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ നമുക്ക് 7 ആൾ പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ ബൂട്ട് സ്പേസ് കിട്ടില്ല. പക്ഷെ അല്ല നമ്മളൊരു 5 ആളൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ഫോൾഡ് ആവും. അത് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബൂട്ട് സ്പേസ് കിട്ടും. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ജാക്കി ടൂൾസ് കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഔട്ട്ലുക്ക്. ബൂട്ട് സ്പേസ് ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്? നമുക്ക് ഫോൾഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 600 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ
ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് എത്ര ഓഫർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പറക്കണമെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യണം എന്നല്ലേ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ എത്ര കളർ വേരിയന്റ് അവൈലബിൾ ആണ്? കളർ വേരിയന്റ് നമുക്ക് 5 കളർ വേരിയന്റ്. ബ്ലാക്ക് നമുക്ക് ഏത് ഓപ്ഷൻ മുതൽ വരുന്നത്? നമുക്ക് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ബേസിൽ വരുന്നുണ്ടോ ബ്ലാക്ക്? ഫുൾ ഓപ്ഷനിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനിൽ നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആയിട്ട്. അതായത് X5 സെലക്ട് മുതലുണ്ടോ? അല്ല, X5 7 ലക്ഷറി ആ രണ്ട് വേരിയന്റിലാണ് ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് വരാണെങ്കിൽ ആ ഒരു വേരിയന്റിൽ നോക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ട്? ഒരു ബേസ് നമുക്ക് സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ ഏകദേശം 3 ലക്ഷം രൂപ. 3 ലക്ഷം ഉണ്ടെങ്കിൽ ബേസ് മോഡൽ നമുക്ക് കോൺട്രോൾ. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പാട്? നമുക്കിപ്പോ അധികം വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല. പണ്ട് നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എത്ര 1.5 മാസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്? ഏത് വേരിയന്റും കിട്ടും. ബേസ് മോഡൽ മാത്രം നമുക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ബാക്കി എല്ലാ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഇയർ എൻഡ് ഓഫർ ആയതുകൊണ്ട് 1 ലക്ഷം വരെ ഓഫർ ഉണ്ട്. അത് നമുക്ക് ഏതാ ബേസ് ആണോ ഫുൾ ഓപ്ഷൻ ആണോ? നമുക്ക് എല്ലാ വേരിയൻസിലും നോർമലി ഓഫർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കാര്യം B6 വിശേഷങ്ങൾ, ആ വാഹനത്തിന്റെ കുറിച്ചുള്ള അപ്ഡേഷനൊക്കെ എന്താണ്? നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. 2025-ലായിട്ടാവും. 2025 ഏകദേശം നമുക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടോ? ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും പക്ക വരാത്തതുകൊണ്ട് നമുക്ക് പറയാനുള്ള ബുദ്ധിമുട്ടും. അതെ, ആ ഒരു ലെവലിൽ നമുക്ക് അതിന്റെ ഡൽഹി ലോഞ്ചിങ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലൊക്കെ ഒരു ജനുവരിയിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ലോഞ്ചിങ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് XUV 700 കുറിച്ചുള്ള ഒരു ഇയർ എൻഡ് ഓഫറും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കാർത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടിയവർക്ക് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു വാഹനമാണ്. കാരണം ഈ ഒരു 7 സീറ്റർ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു SUV കാറ്റഗറി തന്നെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. എന്നാൽ MPV എല്ലാ ഫംഗ്ഷനും ഈ ഒരു വാഹനം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹീന്ദ്ര XUV 700 യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വാഹനത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും ഇതുപോലെ പുതിയൊരു വാഹനവും വാഹന വിശേഷമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.